കിട്ടിയത്. ഞാനിവിടെ 2.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ട് 2.5 കപ്പ് മൈദപ്പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 കിലോ മൈദപ്പൊടി. 1/2 കിലോ മൈദപ്പൊടി എടുക്കുമ്പോൾ നമുക്കൊരു മുട്ടയുടെ പകുതി വേണം. ഞാനിവിടെ ഒരു മുട്ടയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം, ആവശ്യത്തിന് ഓയിലും വേണം. ഞാനിവിടെ എടുത്തേക്കുന്ന ഓയിൽ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. ഈ ഓയിലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൽഡ എടുക്കാം. പിന്നെ ഈ മാവ് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ ആദ്യം നമുക്ക് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഏറ്റവും നമുക്ക് മൈദപ്പൊടി ഇടാം. പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാര നമ്മൾ പൊറോട്ടയിലേക്ക് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊറോട്ട നമ്മൾ ചുട്ടിടുന്ന സമയത്ത് പൊറോട്ടയ്ക്ക് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ കിട്ടും. ആ പൊറോട്ട ചൂടാകുമ്പോൾ പഞ്ചസാര ചെറുതായിട്ട് കാരമൽ പോലെയാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ നമ്മുടെ പൊറോട്ടയ്ക്ക് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് പാല് ചേർക്കാം, മുട്ട ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. അത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ പാത്രത്തിലിട്ട് കുഴച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് വെള്ളം ചേർത്താൽ മതി. നമ്മുടെ മാവ് കുഴച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നനഞ്ഞൊരു ക്ലോത്ത് ഇട്ടിട്ട് ഈ മാവ് നമ്മൾ 20 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഓരോ ചെറിയ ബോൾ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയിരിക്കുന്ന പോലെ പരത്തിയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു നനഞ്ഞൊരു ക്ലോത്ത് ഇട്ടിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ഈ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്ലോത്ത് എടുത്ത് നമുക്ക് മാറ്റാം. ഇപ്പം മാവ് നല്ല മയമായിട്ടുണ്ട്. ഇനി അതിനകത്തുനിന്ന് ഓരോ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. നമുക്ക് മാവിനെ നമ്മളിങ്ങനെ നല്ല റൗണ്ടായിട്ടുള്ള ബോളാക്കണം. അതെങ്ങനെ ആക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡിൻ്റെ 2 വിരൽ, ഈ 2 വിരലെടുത്തിട്ട് നമ്മൾ ഈ മാവിൻ്റെ ഉള്ളിൽ വയ്ക്കണം. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ നല്ല മയാക്കിയിട്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കണം. അതനുസരിച്ച് നമ്മുടെ കൈ നമ്മളിങ്ങനെ തിരിപ്പിക്കണം. അതായത് ഇതിൻ്റെ മുകളിൽ നല്ല റൗണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് നമ്മൾ 2 വിരൽ മാറ്റി കഴിഞ്ഞിട്ട് 1 വിരൽ മാത്രം വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ തിരിപ്പിക്കാം. പിന്നെ മുകളിൽ നല്ല റൗണ്ടായിട്ട് വന്നിട്ട് ഇങ്ങനെ തിരിപ്പിച്ച് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ വിരൽ വെച്ചതിൻ്റെ ഹോളുണ്ടാവും. അത് നമ്മൾ തിരിപ്പിച്ച് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഹോളിങ്ങനെ അടഞ്ഞടഞ്ഞു പോകും. എന്നിട്ട് ഏറ്റവും അവസാനം വരുമ്പോൾ ഇങ്ങനെ കുറച്ച് മാവ് ഇങ്ങനെ വരും. ആ മാവ് എടുത്തിട്ട് മാറ്റാം. നമുക്ക് നല്ല റൗണ്ടായിട്ട് കിട്ടി. ഈ മാവിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണ തേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ പരത്തിയെടുക്കണ പോലെ പരത്തിയെടുക്കുക. നമ്മൾ നല്ല കനം കുറച്ചിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേക്കാം. ഈ പൊറോട്ടയ്ക്ക് നമ്മൾ അടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ തണ്ടവിരൽ മാത്രം ഈ മാവിൻ്റെ അടിയിൽ പോകണം. ബാക്കിയുള്ള 4 ഫിംഗേഴ്സ് ഈ മാവിൻ്റെ മുകളിൽ നിൽക്കണം. ഈ റൈറ്റ് ഹാൻഡിൻ്റെ ഈ 2 ഫിംഗേഴ്സ് നമുക്ക് വേണ്ടത് ചൂണ്ടാണി വിരലും വേണം, തണ്ടവിരലും വേണം. ഈ ചൂണ്ടാണി വിരൽ ഈ മാവിൻ്റെ അടിയിൽ പോകണം, ഈ തണ്ടവിരൽ മാവിൻ്റെ മുകളിൽ വരണം. ഈ മാവ് നമ്മളിങ്ങനെ എടുക്കുക. ഇനി എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുക. കുറച്ച് നീങ്ങി നിന്നിട്ട് അടിക്കണം. ഇങ്ങനെ വീശി അടിക്കുക. അത് അടിക്കുന്നതനുസരിച്ചിട്ട് ഓരോ സൈഡ് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കണം. ഈ മാവ് നന്നായിട്ട് ഇങ്ങനെ നീണ്ടു വന്നിട്ടുണ്ട്. ഇനി എന്തെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് നമ്മളിങ്ങനെ എടുക്കണം. ഇനി എന്തെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ 2 ഫിംഗേഴ്സ് എടുക്കുക. ഈ ചൂണ്ടാണി വിരലും വേണം, ഈ നടുവിരലും വേണം. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് നമ്മൾ ചിറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ 2 ഫിംഗേഴ്സിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിറ്റുക. അവസാനം വരണ ഈ മാവ് ഈ മാവിൻ്റെ ഏറ്റവും അടിയിൽ നമ്മളെ കൈ വെച്ചതിൻ്റെ ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേക്കാം.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കണം പോലെ പരത്തിയെടുക്കണം. ഈ മാവ് എല്ലാവരും നമ്മൾ പൊറോട്ടയ്ക്ക് പരത്താൻ വേണ്ടിയിട്ട് നല്ല റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്ക് പരത്തിയിടുന്ന പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി നമ്മൾ പരത്തിയെടുക്കണം ഈ റോളർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ആദ്യം കൈ കൊണ്ട് പതുക്കെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്താം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്താം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഇതേപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. നീക്കി വയ്ക്കാം. നമ്മുടെ മാവ് എല്ലാവരും പരത്തിയെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. അപ്പോൾ പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് മാവെല്ലാം നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇരുമ്പിൻ്റെ പാനിലിട്ടിട്ടാണ് പൊറോട്ട ചുടുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂട് നിൽക്കും. മുകളിലേക്ക് നമുക്ക് പൊറോട്ടയുടെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട ചുട്ടെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2 കൈ വെച്ചിട്ട് പൊറോട്ട നമ്മളൊന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ ആ ലെയറായിട്ട് വരാത്. ഇപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഈ പൊറോട്ടയുടെ ഉള്ളിൽ കുറേ ലെയറൊക്കെ വന്നിട്ടുണ്ട്. വെള്ളോട്ടു വിളക്കിൽ തിരിയേഴും തെളിച്ച്